പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈ പ്രാർത്ഥന പ്രതീക്ഷിച്ചുകൊണ്ട് ലോകം മുഴുവനും വിവിധ സ്ഥലങ്ങളിൽ ജാഗ്രതയോടെ ഇരിക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം ആണിപ്പെടുന്ന അത്ഭുതകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാണ്. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ.
അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഞാൻ സിംഗപ്പൂർ ധ്യാനിപ്പിക്കാൻ പോയെന്നാണ്. അപ്പോൾ നേരത്തെ 3-ാം ദിവസം ആരാധന നടന്നിട്ട് സമയത്ത് കർത്താവ് എന്നോട് പറഞ്ഞു, എമ്മാവുസിൽ എല്ലാവരും കുർബാന സ്വീകരിച്ചേ. എവരിബഡി ലാസ്റ്റ് നിമിഷം എല്ലാവരും കുർബാന സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുർബാന സ്വീകരിച്ചതിൻ്റെ ഒരു അന്തരീക്ഷത്തിലും ആ അഭിഷേകത്തിലും കർത്താവ് എന്നോട് ഒരു പ്രാർത്ഥന തന്നെനിക്ക്. അത് എമ്മാവുസ് ശിഷ്യന്മാരെ അനുബന്ധിച്ച് നടന്ന വലിയ ആധ്യാത്മിക അനുഭവമാണ്. അത് ലൂക്ക 24:29. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് കൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോടുകൂടെ താമസിക്കുവാൻ കയറി. ഇത് ആ സമയത്ത് പറഞ്ഞപ്പോഴേ ഈശോ പറഞ്ഞത്, നേരം വൈകുന്ന കുറേ മനുഷ്യരുണ്ട് ഇവിടെ. PR കിട്ടാനേ 30 വർഷമൊക്കെ PR കിട്ടാത്തവരുണ്ട്, പെർമനന്റ് റെസിഡൻസ്. വിവാഹം ഒത്തുവരാത്ത മനുഷ്യരുണ്ട്, 10-33 വയസ്സായിട്ടും ജീവിത പങ്കാളില്ലാത്തവർ, മക്കളില്ലാത്തവരുണ്ട്. അവർക്ക് നേരം വൈകുന്നുണ്ട്. 8 കൊല്ലം 9 കൊല്ലമായിട്ടും മക്കളില്ല അവർക്ക്. 10 കൊല്ലമായിട്ട് ജോലി കിട്ടാത്തവർ ഞാൻ അവിടെ കണ്ടു. നേരം വൈകുന്നു. അപ്പം ഇങ്ങനെ ജീവിതത്തിൻ്റെ നിർണായകമായ ഘട്ടങ്ങൾക്ക് നേരം വൈകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഏറ്റവും വലിയ പ്രാർത്ഥനയാണത്. ലൂക്ക 24:29. അവർ അവനെ നിർബന്ധിച്ചു. പണ്ട് കർത്താവാണ് നമ്മളെ നിർബന്ധിച്ചത്. ഓർക്കുന്നുണ്ടോ? ഈശോ അപ്പോസ്തലന്മാരെ നിർബന്ധിക്കുന്നൊരു ഭാഗമുണ്ട്. ഞാനീ പന്തിയിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. മറുകരയ്ക്ക് പോകാൻ അപ്പോസ്തലന്മാരെ നിർബന്ധിച്ചു എന്ന്. അതൊരു പരിചരണമായിരുന്നു. രാത്രി കൊടുങ്കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കർത്താവ് കടലമീതെ ചെന്ന് അതാണ് അവർ ചോദിക്കുന്നത്, ഇവൻ ആരാണെന്നൊക്കെ ചോദിക്കണില്ലേ. അപ്പോൾ അതുപോലെ ചില നിർബന്ധങ്ങൾ ദൈവത്തോട് നമുക്കും ആകാവുന്നുള്ളതാണ് ആ സുവിശേഷം അവസാനിക്കുമ്പോൾ പറയുന്നത്. എന്താ പറയണത്? ലൂക്ക പറയണത്, നേരം വൈകുന്നു, അവൻ ഞങ്ങളോടൊത്ത് വസിക്കാൻ, ഞങ്ങളോട് താമസിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവരവനെ നിർബന്ധിച്ചു. അപ്പം പ്രാർത്ഥനയിൽ ചിലർ നിർബന്ധമായിട്ടൊക്കെ പ്രാർത്ഥിക്കുമ്പോഴേ എനിക്ക് ദേഷ്യം വരും. ഒരു സാക്ഷ്യം കേൾക്കും, ഞാൻ കർത്താവിനെ നിർബന്ധിച്ചു, കാലെക്കെട്ടി വീണുന്ന വിധത്തിൽ ഞാൻ കർത്താവിനെ ഇരിക്കാൻ അനുവദിച്ചില്ലെന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറയാൻ ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ പറയാം. പക്ഷേ അത്രയും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ചുമ്മാ വായിട്ട് നോക്കി തെക്ക് വടക്ക് നടന്നു വെച്ചും കർത്താവിനെ നിർബന്ധിക്കുന്നൊരു കാര്യമില്ല. അതാണ് എനിക്ക് ജസ്റ്റ് ദേഷ്യം വരുന്നത്. പക്ഷേ ദൈവത്തിന് വേണ്ടി ജീവിച്ചതിന് ശേഷം സത്യസന്ധമായൊരു കാര്യത്തിന് വേണ്ടി നമുക്ക് ദൈവത്തെ നിർബന്ധിക്കാൻ തെറ്റില്ല. അതാണ് ഇവരും ചെയ്തത്, അമാവാസ്യ ശിഷ്യന്മാർ. പക്ഷേ എൻ്റെ വിഷയം അതല്ല. കർത്താവ് ഒന്ന് സിംഗപ്പൂർ വെച്ച് പറഞ്ഞത്, എന്തെങ്കിലും കാര്യത്തിന് താമസിച്ചു പോയാൽ, ജീവിതം, വീട്, ജോലി, വിവാഹം, ഇനി മാനസാന്തരം, എന്തെങ്കിലും കാര്യത്തിന് താമസിച്ചു പോയാൽ, ഉടമ്പടി എടുത്തിട്ടും നമ്മൾ ശരിയാകുന്നില്ല, വൈകുന്നു, ദൈവാനുഭവത്തിന് വൈകുന്നു എന്ന് തോന്നിയാൽ പിന്നെ ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. എന്താണ്? നാഥ, ഞങ്ങളോടൊത്ത് താമസിക്കുക, നിൻ്റെ അനുഗ്രഹങ്ങളല്ല വേണ്ട, ഞങ്ങൾക്ക് നിന്നെയാണ് വേണ്ടതെന്ന്. അപ്പോൾ ഉടമ്പടി പക്കായിട്ട് പാലിച്ചു കഴിയുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് പകരം ദൈവത്തെ തന്നെ കിട്ടും. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ അത് ഈശോ തന്നെ നമ്മൾ നിന്നുകൊണ്ട് അവൻ്റെ പ്രവൃത്തികൾ ചെയ്യും, വലിയ കാര്യങ്ങൾ ചെയ്യും. വൈകുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് അനുഗ്രഹിക്കണമെന്നല്ല, മറിച്ച് ഞങ്ങളുടെ കൂടെ താമസിക്കണമെന്നാണ്. ഞാൻ വേണ്ടി പ്രാർത്ഥിക്കുകയല്ല, നിങ്ങളങ്ങനെ ആരുകാട്ടി ഇരിക്കും. എന്താ കാര്യം? ഇത് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഉടമ്പടിയിലാണ്. അതാണ് വിഷയം. ഞാനും കർത്താവുമായിട്ട് ഉടമ്പടിയിലാണ്. അതുകൊണ്ട് ഉടമ്പടിയിലായിരിക്കത്തുള്ള കാലം ഇതിൻ്റെ കംപ്ലീറ്റ് സെക്യൂരിറ്റി ആരാണ്? ദൈവമാണ് സെക്യൂരിറ്റി. ആ ഒരു ബോധം നമുക്കുണ്ടാകണം.
ഉടമ്പടി എടുത്തുകൊണ്ട് പോയിരുന്നതല്ലേ. ഇപ്പോൾ അത് മറിച്ച് ഉടമ്പടിയിലാകുമ്പോൾ ഉടമ്പടി ഓരോ അംശങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കുകയും നിങ്ങൾ ഉടമ്പടിയിലെ നിങ്ങളുടെ വിശദാംശങ്ങളെ ഇവിടെ കാണിക്കുന്നതിൻ്റെ, ഇവിടെ ഒരു ഉടമ്പടി എടുക്കാൻ നേരത്ത് നിങ്ങൾ കാണിക്കുന്നതിൻ്റെ സൂക്ഷ്മതയുടെ ഒരു 50% കൂടി സൂക്ഷ്മത വീട്ടിൽ ചെന്നിട്ട് ഉടമ്പടി ചെയ്യാൻ വേണ്ടി കാണിക്കണം. ഉടമ്പടി ചെയ്യാൻ വേണ്ടി കാണിക്കണം. ശ്രദ്ധിക്കട്ടെ മക്കളെ. സാക്ഷ്യങ്ങളിലൂടെ സംസാരിക്കാൻ നന്ദി പറയുന്നു. വചന വെളിപാടുകൾക്ക് നന്ദി പറയുന്നു. മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗ്ഗം തുറന്നിറങ്ങി വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗ്ഗം തുറന്നിറങ്ങി വരണേ. ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. റീന സാബു നിലമ്പൂർ എന്ന് പറഞ്ഞ വേറൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഇന്നലെ ഉണ്ടായിരുന്ന സാക്ഷ്യമാണ്. അപ്പോൾ അവർ പറയണത്, ഞാൻ എൻ്റെ നിയോഗങ്ങളെ ഇങ്ങനെ എപ്പോഴും നിയോഗങ്ങൾ നിറവേറിയോ എന്നല്ല നോക്കണത്. ഞാൻ നിബന്ധനകൾ നിറവേറിയോ എന്നാണ് ഞാൻ ഈച്ചൻ്റെ ഒരു നിബന്ധനകൾ എടുത്തിട്ട് നോക്കും. നിബന്ധനകൾ നിറവേറുക. അപ്പോൾ ഓരോരുത്തരുടെ സമീപനം കണ്ടില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നോക്കണ. ഇപ്പം നിങ്ങളും തന്നെയാണെങ്കിലും നിങ്ങൾ ചിലർ പകുതി മുക്കാൽ ആൾക്കാരും ചെയ്യണത് നിയോഗങ്ങൾ നിറവേറിയോ, ഓഫർ ലെറ്റർ വന്നോ, അല്ലെങ്കിൽ ജപ്തി നടപടി മാറാൻ വേണ്ടി എന്തെങ്കിലും സംവിധാനം ഉണ്ടായോ, അതേ വസ്തു വിൽക്കാൻ വേണ്ടി ആൾക്കാർ വന്നോ, അങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ നിയോഗങ്ങളുടെ സിംറ്റംസാണ് നോക്കണത്. വീട്ടിൽ ചെന്നിട്ട് നിയോഗങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നാണ് നോക്കണത്. പക്ഷേ ഈ റീന സാബു നിലമ്പൂർ അവരുടെ അപ്രോച്ച് വേറെയാണ്. അവർ പറയണത്, ഞാൻ നോക്കുന്നത് നിബന്ധനകൾ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്ത് നോക്കുമെന്ന്. എൻ്റെ നിബന്ധനകൾ ഞാൻ 1 by 1 ആയിട്ട് ഞാൻ ദൈവത്തോട് ചെയ്ത നിബന്ധനകളില്ലേ, അതെല്ലാം ഞാൻ ആക്യുറേറ്റായിട്ടാണ്, അതായത് കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ടാണ് അങ്ങനെ ഫോളോ ചെയ്യണത് എന്ന് നോക്കും. അപ്പോൾ അതൊരു സമീപനമാണ്. എന്താണത്? അത് ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സമീപനമാണ്. നിയോഗങ്ങൾ നിറവേറിയോ എന്ന് നോക്കുന്നത് എന്താണ്? നമ്മൾക്ക് ഇപ്പോൾ മകനെ വിളിച്ചു ചോദിക്കും, എപ്പോഴും അമ്മ മകനെ വിളിച്ചു ചോദിക്കും, മകനെ അത് ചെയ്യാതെ വിസ പ്രോസസ്സിങ് കഴിഞ്ഞതിൻ്റെ വിസ പുതുക്കി കിട്ടിയ, അല്ലെങ്കിൽ എന്തെങ്കിലും കത്ത് വന്നാൽ, എന്തെങ്കിലും മെസ്സേജ് വന്നാൽ നീ നോക്കണേ, ഞാൻ നോക്കണുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും അമ്മ വിസ പുതുക്കി കിട്ടിയാന്ന് മകനോട് വിളിച്ചു ചോദിച്ചുകൊണ്ടിരുന്നു. അതിന് നിയോഗങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, നിയോഗങ്ങൾക്ക്. പക്ഷേ ഇതിന് ഭയങ്കര സ്ലോ ആയിരിക്കും കാര്യം. പക്ഷേ റീന സാബ് നിലമ്പൂർ എന്താ പറയണത്? ഞാൻ നിബന്ധനകളെ ടിക്കറ്റ് നോക്കും. ഞാനെപ്പോഴും നിബന്ധനകൾ വെച്ചാൽ ഞാൻ ദൈവത്തോട് ചെയ്ത നിബന്ധനകൾ ഞാൻ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കുമെന്ന്. അത് കുറച്ചുകൂടി സെക്യൂറായിട്ടുള്ള വഴിയാണ്. എന്താ കാര്യം? അവിടെ പ്രാധാന്യം ദൈവത്തിനാണ്. ഒരു പ്രോജക്റ്റ് പ്രൈസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ മുൻഗണന എപ്പോഴും ദൈവത്തിനായിരിക്കണം. ഈശോയുടെ പ്രാർത്ഥന കണ്ടില്ലേ? നമ്മൾ നേരത്തെ കണ്ടത് എന്താണ്? പിതാവ് സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. പക്ഷേ എന്താ പ്രശ്നം? ഞാൻ നിങ്ങളോട് ഇന്ന് പറഞ്ഞത്, ഈ യാചനാ പ്രാർത്ഥനയുടെ ഫെയ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാണ് അത് പോകുന്നത്, ലാൻഡ് ചെയ്യേണ്ടത്? പല യാചനാ പ്രാർത്ഥനകളും ലാൻഡ് ചെയ്യേണ്ടത് സമർപ്പണ പ്രാർത്ഥനയിലാണ്. അതുകൊണ്ട് യാചനാ പ്രാർത്ഥന നിങ്ങൾ നടത്തുമ്പോൾ തന്നെ സമർപ്പണ പ്രാർത്ഥന കണ്ടൻറ്റ് അതിൻ്റെ സിസ്റ്റത്തിൻ്റെ ഭാഗമായി.
ബിൽറ്റ് ഇൻ ടു ദി സിസ്റ്റമായിരിക്കണം. കർത്താവിൻ്റെ യാചനാ പ്രാർത്ഥനയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ യാചനാ പ്രാർത്ഥനയുടെ അകത്ത് തന്നെ സമർപ്പണ പ്രാർത്ഥന ബിൽറ്റ് ഇൻ ടു ദി സിസ്റ്റമാണ്. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായി. ആ സിസ്റ്റത്തിനകത്ത് തന്നെ ഒരു ഘടനയായിട്ടാണ് വിടണത്. അല്ലാതെ യാചനാ പ്രാർത്ഥന വേറെ, സമർപ്പണ പ്രാർത്ഥന വേറെ ആയിട്ടല്ല. എല്ലാ യാചനാ പ്രാർത്ഥനകളിലും ഈ സമർപ്പണ പ്രാർത്ഥനയുടെ കണ്ടന്റ് ഉണ്ടാകണം. ഇപ്പം നിങ്ങൾ ജർമ്മൻ വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അപ്പോൾ അത് എങ്കിലും അപ്പോൾ നിങ്ങൾ ഉടനെ അതിൻ്റെ അകത്ത് കണ്ടന്റ് വെക്കണം. എന്താ കാര്യം? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. അതാ സംഭവം. ഈശോയുടെ പ്രാർത്ഥന പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പ്രാർത്ഥനയായത് കാരണം സത്യസന്ധമായ ദൈവപൈതലാണെങ്കിൽ യാചനാ പ്രാർത്ഥനകത്ത് ബിൽറ്റ് ഇൻ ടു സിസ്റ്റമാക്കും. എന്താണ്? ആ സിസ്റ്റത്തിനകത്തുള്ള ഒരു അവിഭാജ്യ ഘടകമായിട്ട് തന്നെ എന്ത് വരും? സമർപ്പണ പ്രാർത്ഥന വരും. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പം എങ്കിലും അത് കർത്താവിൻ്റെ യാചനാ പ്രാർത്ഥന അതുണ്ട്. അതുള്ളത് കൊണ്ടാണ് ഈ ഒരു പ്രാർത്ഥന ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ പരിശുദ്ധാത്മ പറയും, കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആ പ്രാർത്ഥനയ്ക്കുണ്ട്, പിതാവിന് അതിൻ്റെ അകത്ത് വലിയ പിടിപാടില്ലെന്ന് പറയും. പിതാവിന് പിടിപാടില്ലാത്ത ഒരു സംഭവം, പിതാവിൻ്റെ ഒരു മെയിൻ പരിപാടി എന്താ? പിതാവിൻ്റെ ഒരു മെയിൻ പരിപാടി എന്താ ബൈബിളിൽ? എൻ്റെ ആകർഷണമാണ്, അല്ലേ? എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന. യോഹന്നാൻ 6:44. യോഹന്നാൻ 6:44. എന്നെ അയച്ച പിതാവ് എന്ന് പറഞ്ഞ ആകർഷിച്ചാലല്ലാതെ ഒരുവനും എന്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ, അതായത് നിങ്ങൾ മനസ്സിലായില്ലേ? ഒരു വചനം നമ്മൾ വായിക്കുമ്പോൾ വേറെ ഒരു വചനം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു വചനം നമ്മൾ വായിക്കും, ഞാൻ ആദ്യം എന്താ പറഞ്ഞത്? ഒരു വചനം നമ്മൾ വായിക്കുമ്പോൾ വേറെ വചനം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ എക്കോ വേർഡാണ്. ഇപ്പോൾ എന്താ പറയണത്? എൻ്റെ 6:42 എന്താ പറയണത്? പറഞ്ഞ് യോഹന്നാൻ 6:44 അല്ലേ? എന്താ പറയണത്? എൻ്റെ പിതാവിനാൽ ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുത്ത് വരിക സാധ്യമല്ല. ഒരുവനും എന്ന് വെച്ചാൽ ഒന്നിനും കൂടി അർത്ഥമുണ്ട് അതിൻ്റെ അടുത്ത്. ഒന്നിനും പ്രാർത്ഥന പോലും ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ആകർഷണം വേണം. യു ഗോട്ട് ദ പോയിന്റ്. പീഡിയ 6:44 എന്താ യോഹന്നാൻ? എൻ്റെ പിതാവിനാൽ പറഞ്ഞേ, എന്റെ പിതാവിനാൽ ആകർഷിച്ചല്ലാതെ ഒരുവനും എൻ്റെ അടുത്ത് വരിക സാധ്യമല്ല. ഒരുവനും എന്ന് വെച്ചാൽ അതുപോലെ തന്നെ പ്രാർത്ഥന പോലും പിതാവിൻ്റെ അടുക്ക് ചെല്ലണമെങ്കിൽ എന്ത് ചെയ്യണം? പിതാവിൻ്റെ ഒരു ആകർഷണം വേണം. ആകർഷണം വേണമെന്ന് ആ മാഗ്നറ്റ് നമ്മളെ വഴക്ക് അടുപ്പിക്കണതിൻ്റെ അകത്ത് എന്താ കാര്യം? അതെന്താണ്? അത് കർത്താവ് ആ പിതാവിൻ്റെ അടുത്തേക്ക് ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആ കണ്ടൻറ്റ് വൈസ് റിച്ചാണത്. എന്താ? കർത്താവ് കറക്റ്റ് കണ്ടൻറ്റ് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഡിസൈൻ ചെയ്തിരിക്കുന്ന പ്രാർത്ഥനയാണ്. എന്താണ്? സാധ്യമെങ്കിൽ പിതാവ് ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ. കണ്ടൻറ്റ് ചേർത്തിട്ടുണ്ട്, പിതാവ് ആകർഷിക്കുന്ന കണ്ടൻറ്റ് ചേർത്തിട്ടുണ്ട്. എന്താണത്? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അപ്പോൾ ദൈവ പൈതലാണെങ്കിൽ കസ്റ്റമൈസ് എന്ന് പറയും, കസ്റ്റമൈസ് പ്രെയർ. ഇപ്പം നിങ്ങൾ പ്രെയർ ഓഫ് ദി ഫെയ്ത്ത്ഫുൾ എന്ന് പറയത്തില്ലേ? കുർബാനയിലൊക്കെ ഉണ്ട് പ്രെയർ ഓഫ് ദി ഫെയ്ത്ത്ഫുൾ, വിശ്വാസികളുടെ പ്രാർത്ഥന. നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടിപ്പിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്ന ഈ ബൈബിൾ വാക്യങ്ങളിൽ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ചില ബുദ്ധിമുട്ടുള്ള അവസരങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ഭരണങ്ങാനം പള്ളിയിൽ അൽഫോൻസാമ്മയുടെ സന്നിധിയിൽ എൻ്റെ നിയോഗങ്ങളൊക്കെ വെച്ച് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു സഹോദരി എൻ്റെ കൈവശം ഒരു കൃപാസനം പത്രം തന്നു. ഞാനത് അതിനു മുമ്പ് ഇതുവരെ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ഞാൻ സന്തോഷപൂർവ്വം അത് സ്വീകരിച്ചു. വണ്ടിയിൽ ചെന്നിരുന്ന് ഞാനത് വായിച്ചു.
വീട്ടിൽ ചെന്നിരുന്ന് പല ആവർത്തി വായിച്ചു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഈ സ്ഥലം വരെ നമുക്കൊന്ന് പോകണം. പുള്ളിയും സമ്മതിച്ചു. അങ്ങനെ 2018 ഡിസംബർ 17 ഞങ്ങളിവിടെ വന്നു. ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടി കൗണ്ടറിൻ്റെ അരിക്കൽ ചെന്നു. അപ്പോൾ അവിടെ ഇരുന്ന ബ്രദർ പറഞ്ഞു, രണ്ടുപേരും എടുക്കണ്ട, ഒരാളെടുത്താൽ മതി. അങ്ങനെ ഞാൻ ഉടമ്പടി പത്രം സ്വീകരിച്ചു. എനിക്ക് നല്ലൊരു വിശ്വാസം എനിക്ക് വന്നു. ഞാൻ അന്നത്തെ ആ കാര്യങ്ങളിലെല്ലാം പങ്കെടുത്തു. എൻ്റെ നിയോഗങ്ങൾ ഞാൻ സമർപ്പിച്ചു. ഏറ്റവും പ്രധാനമായിട്ട് അന്ന് എൻ്റെ മുമ്പിലുണ്ടായിരുന്ന വിഷയം, എൻ്റെ മകളുടെ കുഞ്ഞ് സംസാരിക്കുന്നില്ല. അവർ ഓസ്ട്രേലിയയിലാണ്. 4 വയസ്സായിട്ടും പറയേണ്ട വാക്കുകളൊന്നും പറയല്ല. ഒരു 3-4 വാക്കുകൾ മാത്രം അവൻ പറയും. യെസ്, നോ, ഐ ആം ഹംഗ്രി, ഗുഡ്, ഇത്രയൊക്കെയാണ് പറയുന്നത്. പ്രീ സ്കൂളിൽ പോകുമ്പോൾ ഇത് പോരാ. 1-ാം ക്ലാസ്സിൽ പോകുമ്പോൾ 6 വയസ്സാണ്. അപ്പോഴത്തേക്കും കുറേ കാര്യങ്ങൾ കൂടി നേടണം. അവർ പറയുന്നു, ഓട്ടിസം ഉണ്ടോ എന്നൊരു സംശയം. ഇവൾ ജോലിക്ക് പോകുന്നുണ്ട്. അവർ പറയുന്ന സ്ഥലങ്ങളിലൂടെയെല്ലാം കുഞ്ഞിനെ സ്പീച്ച് തെറാപ്പിക്കായിട്ട് കൊണ്ടുപോകണം. വലിയ ബുദ്ധിമുട്ടാണ്. അവർ പറയുന്ന സമയത്ത് ആ ദിവസങ്ങളിൽ കൊണ്ടുപോവുക, ഇവനെ പരിശീലിപ്പിക്കുക. ഇവൻ മുന്നോട്ട് വരുന്നില്ല. എന്നോട് സങ്കടപ്പെട്ട് പറയും, ഞാൻ പറയും, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, നീ പ്രാർത്ഥിക്കുക, ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്, നീ വിശ്വസിക്കുക, നീ പ്രാർത്ഥിക്കുക എന്ന് ഞാൻ പറഞ്ഞു. 2018 ഉടമ്പടി എടുത്തത് ഞാൻ പറഞ്ഞുവല്ലോ. അവന് 2019 ഏതാണ്ട് അവസാനമായപ്പോഴത്തേക്കും നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ചിരിച്ചുകൊണ്ട് സംസാരിക്കും. ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കുകയുള്ളൂ. മലയാളം ഹാർഡാണെന്ന് അവൻ പറയുന്നത്. ഇത് അമ്മയുടെ അത്ഭുതകരമായ ഒരു ഇടപെടലാണ് എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ സഹോദരന് സ്വന്തമായിട്ടൊരു ഭവനമില്ലായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാക്കണം. ഒരു ഭവനം അവനായിട്ട് ക്രമപ്പെടുത്തി കൊടുക്കാൻ ഞങ്ങളെക്കൊണ്ട് പറ്റുകയില്ല. പഠിക്കുന്ന 2 കുഞ്ഞുങ്ങളാണുള്ളത്. അവൻ വളരെയധികം വിഷമിക്കും. ഞങ്ങളുടെ മുന്നിൽ അവനത് പ്രകടിപ്പിക്കുകയില്ല. ഞങ്ങൾക്ക് വിഷമമാണ്. ഞാൻ നിയോഗത്തിൽ ഈ സംഗതിയും വെച്ചിരുന്നു. ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. കോവിഡ് കാലത്ത് അവന് അത്ഭുതമെന്നോണം തരക്കേടില്ലാത്ത ഒരു ഭവനം സ്വന്തമാക്കുവാനായിട്ട് സാധിച്ചു. ഇതിനിടയ്ക്ക് തന്നെ അവൻ്റെ മകനെ അവൻ എൻജിനീയറിങ് പഠിപ്പിച്ചു. മകളെ BSc നഴ്സിംഗും പഠിപ്പിച്ചു. എൻജിനീയറിങ് പാസ്സായ മകന് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു കമ്പനിയിൽ മാനേജ്മെൻറ്റ് പ്രൊഫഷണൽ ആയിട്ട് ജോലിയും കിട്ടി. കല്യാണാലോചനയൊക്കെ തുടങ്ങി. 10-30 വയസ്സ് കഴിഞ്ഞു. ഒരു ആലോചനയും അവന് ശരിയായിട്ട് വരത്തില്ല. പ്രതീക്ഷിക്കാൻ വകയുണ്ട് എന്ന് പറഞ്ഞു പോകുന്നവർ പഴയ കാലത്ത് വീടില്ലായിരുന്നു എന്നുള്ള കാര്യം കണ്ടുപിടിച്ച് എല്ലാ ആലോചനകളും പോവും, ഡ്രോപ്പായി പോവും. എന്നോട് പറയും, ഞാനപ്പം എൻ്റെ വീട്ടിൽ വരും. കൊറോണ കാലത്താണ്. ജോലി ചെയ്യണമെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ഞങ്ങളുടെ വീട്ടിൽ വൈഫൈ ഉണ്ട്, അതുകൊണ്ട് ഇവൻ ഇങ്ങോട്ട് വരും. ഞാൻ വരുമ്പം അവന് കൃപാസനം പത്രം കൊടുക്കും. ചില സാക്ഷ്യങ്ങൾ അണ്ടർലൈൻ ചെയ്ത് എൻ്റെ വീട്ടിൽ വരുന്ന എല്ലാ ആഴ്ചകളിലും എല്ലാ മാസങ്ങളിലും ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. വായിക്കാൻ പറയും. പ്രതീക്ഷിക്കുക, പ്രാർത്ഥിക്കുക, ദൈവം കൈവിടുകയില്ല. എന്താണേലും കൊള്ളാം. 1 വർഷത്തെ പരിശ്രമത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായിട്ട് അവന് സർക്കാർ ഉദ്യോഗസ്ഥരുടെ മകള് NIT-യിൽ PhD ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ അവന് വധുവായിട്ട് ലഭിച്ചു. ഇത് അത്ഭുതകരമായ ഒരു സാക്ഷ്യം തന്നെയാണ് എന്ന് ഞാൻ കരുതുന്നു. അടുത്തത് എൻ്റെ മകൾക്ക് ഓസ്ട്രേലിയയിലാണ്. സാധാരണ അവിടെ ചെല്ലുമ്പോൾ 2-3 വർഷം അവർ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവിടെ ചെല്ലുന്നവർ ഈ ലോൺ വരുമല്ലോ, മോർട്ട്ഗേജ്, അത് കാരണം അവരാദ്യം ഒരു വീട് സ്വന്തമാക്കും. ഇവർക്ക് 8 വർഷമായിട്ട് സാധിക്കത്തില്ല. വീട് കാണാൻ എല്ലാ ആഴ്ചയിലും പോകും. അവിടെ വീട് ഓപ്പണായിരിക്കുന്ന സമയത്ത് പോവും, പോയേച്ച് വരും. ചർച്ച ചെയ്ത് കഴിഞ്ഞ് ഏജൻറ്റുമായിട്ടൊക്കെ സംസാരിച്ചിട്ടാണ് വരുന്നത്. ചർച്ച ചെയ്ത് കഴിയുമ്പോൾ 3 പിള്ളേരൊരു സ്കൂളിൽ, അമ്മ ഒരിടത്ത്, അപ്പം ഒരിടത്ത്. അപ്പോൾ മകൾക്ക് പോകണമെങ്കിൽ, കുഞ്ഞിനെ സ്കൂളിലെത്തിക്കണമെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇല്ല. സിറ്റിയോടടുത്താണ്, സിഡ്നിയുടെ സിറ്റിയോടൊക്കെ അടുത്ത്. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ട്.
4 വർഷത്തോളം ഇങ്ങനെ വീട് തപ്പി നടന്നു. ഭയങ്കര നിരാശ. അവിടെ ചെന്നിട്ട് 5-8 വർഷമാകുന്നു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കുക, അസാധ്യമായിട്ടൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ പോം വഴി. ബഹളം വെച്ചിട്ടും ടെൻഷൻ അടിച്ചിട്ടും വഴക്കുണ്ടാക്കിയിട്ടും കാര്യമില്ല, പ്രാർത്ഥിക്കുക,